നമസ്കാരം, ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. വാക്പോരാട്ടം മുറുക്കിയ ഡൊണാൾഡ് ട്രംപും ലണ്ടൻ മേയർ സാദിഖ് ഖാൻ വൃത്തികെട്ടവനും ദുഷ്ടനും വെറുക്കപ്പെട്ടവനുമാണ് എന്ന് ട്രംപ്. ലണ്ടനിൽ വാസമുറപ്പിച്ചതിനാൽ മാത്രമാണ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതെന്നും വിമർശനം. ബ്രിട്ടനിൽ ഭീതി വിതച്ച് ബ്രാം കൊടുങ്കാറ്റ്. മണിക്കൂറിൽ 90 മൈൽ വേഗതയിൽ കൊടുങ്കാറ്റ് വീശിയടിച്ചു. കൊടുങ്കാറ്റിൽ വലഞ്ഞ് ബ്രിട്ടനിലെ സാധാരണക്കാർ. UK-യിൽ അങ്ങോളം ഇങ്ങോളം യെല്ലോ വാണിംഗുകൾ. കനത്ത മഴയിൽ ഗതാഗത തടസ്സങ്ങൾ ഉണ്ടായി. റോഡുകൾ അടച്ചു. ബ്രിട്ടനിൽ മോർട്ട്ഗേജ് നിരക്കുകൾ കുറച്ച് പ്രധാന ലെൻഡർമാർ. നിരക്കുകൾ കുറച്ചത് മോർട്ട്ഗേജ് വിപണിയിൽ വിലയുദ്ധം ശക്തമായതോടെ. അടുത്ത വർഷത്തോടെ നിരക്കുകൾ 3.5% താഴേക്ക് എത്തും. ബാർക്ലേസും നാറ്റ്വെസ്റ്റും ഉൾപ്പെടെയുള്ള പ്രധാന ബാങ്കുകളെല്ലാം നിരക്കുകളിൽ മാറ്റങ്ങൾ വരുത്തി. യൂറോപ്പിനെതിരെ രൂക്ഷ വിമർശനവുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ദുർബലരായ നേതാക്കൾ നയിക്കുന്ന ജീർണിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടമാണ് യൂറോപ്പെന്ന് ട്രംപിന്റെ ആരോപണം. കുടിയേറ്റം നിയന്ത്രിക്കുന്നതിനും റഷ്യ-യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിലും പരാജയപ്പെട്ടവരാണ് യൂറോപ്യൻ നേതാക്കളെന്നും അമേരിക്കൻ പ്രസിഡന്റ്. വെനസ്വേലയിൽ ഭരണമാറ്റത്തിന് കളമൊരുക്കി ഡൊണാൾഡ് ട്രംപ്. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ അധികാരത്തിൽ നിന്നും പുറത്താക്കും. രാജ്യത്ത് അധികാരശൂന്യത നികത്താനും സ്ഥിരത കൊണ്ടുവരാനും ട്രംപ് വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കും. കോൺഗ്രസ് MP ശശി തരൂരിനെ RSS നേതാവ് VD സവർക്കറുടെ പേരിലുള്ള പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തു. അവാർഡ് സ്വീകരിക്കില്ല എന്ന് ശശി തരൂർ. അവാർഡിനെ ചൊല്ലി കോൺഗ്രസിനുള്ളിൽ കടുത്ത എതിർപ്പ്. സവർക്കറുടെ പേരിലുള്ള ഒരു അവാർഡും ഒരു കോൺഗ്രസുകാരനും വാങ്ങാൻ പാടില്ല എന്ന് K മുരളീധരൻ. ഇന്ത്യക്ക് മേൽ അമേരിക്ക പിഴച്ചുങ്കം ഏർപ്പെടുത്തിയതിന് പിന്നിൽ റഷ്യൻ എണ്ണ കാരണമായിരുന്നില്ല എന്ന് റിസർവ് ബാങ്ക് മുൻ ഗവർണർ. ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം വെടിനിർത്തലിനെ കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് നടത്തിയ പരാമർശങ്ങളും ഇന്ത്യ അത് കൈകാര്യം ചെയ്ത രീതിയുമാണ് പിഴച്ചുങ്കം ചുമത്താൻ കാരണമെന്ന് രഘുറാം രാജൻ. ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ 500 കോടി രൂപയ്ക്ക് മറിച്ചുവിറ്റെന്ന രമേശ് ചെന്നിത്തലയുടെ ആരോപണം കേസ് അന്വേഷണത്തെ പുതിയ തലത്തിലേക്ക് എത്തിക്കുന്നു. പ്രത്യേക അന്വേഷണ സംഘം രമേശ് ചെന്നിത്തലയുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തിയില്ല. മൊഴിയെടുപ്പ് മാറ്റിവെച്ചത് ഉദ്യോഗസ്ഥരുടെ അസൗകര്യത്തെ തുടർന്ന് എന്ന് വിശദീകരണം. വാർത്തകൾ വിശദമായി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ലണ്ടൻ മേയർ സാദിഖ് ഖാനും തമ്മിലുള്ള വാക്പോരാട്ടം മുറുകുകയാണ്. മേയർ സാദിഖ് ഖാൻ വൃത്തികെട്ടവനും ദുഷ്ടനും വെറുക്കപ്പെട്ടവനുമാണ് എന്ന് പറഞ്ഞ് ട്രംപ് വീണ്ടും രംഗത്തെത്തിയതോടെയാണ് ഇത്. പൊളിറ്റിക്കോയിലെ ഡാഷ പെൻസുമായി നടത്തിയ അഭിമുഖത്തിലാണ് സാദിഖ് ഖാൻ ഹീനമായ പ്രവൃത്തികളാണ് ചെയ്യുന്നതെന്ന് ട്രംപ് ആരോപിച്ചത്. ഒരുപാട് പേർ ബ്രിട്ടനിലേക്ക് കടന്ന് ലണ്ടനിൽ വാസമുറപ്പിച്ചതിനാൽ മാത്രമാണ് തിരഞ്ഞെടുപ്പിൽ സാദിഖ് ഖാൻ വിജയിച്ചതെന്നും ട്രംപ് പറഞ്ഞു. ഇതാദ്യമായല്ല ട്രംപ് സാദിഖ് ഖാനെതിരെ ശകാര വർഷവുമായി എത്തുന്നത്. നേരത്തെ സെപ്റ്റംബറിൽ ന്യൂയോർക്കിൽ നടന്ന ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിലും ലണ്ടൻ മേയർ ഹീനകൃത്യങ്ങൾ ചെയ്യുന്നു എന്ന് ട്രംപ് ആരോപിച്ചിരുന്നു. ലണ്ടനിൽ ശരിയ നിയമം നടപ്പിലാക്കാനാണ് ശ്രമമെന്ന് അന്ന് ട്രംപ് ആരോപിച്ചു. എന്നാൽ തികഞ്ഞ വിഡ്ഢിത്തമായിരുന്നു ഇതിനെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സർ കീർ സ്റ്റാർമർ അന്ന് പ്രതികരിച്ചത്. സാദിഖ് ഖാൻ ഒട്ടും കഴിവില്ലാത്തവനാണെന്നും ഡിസംബർ 8 നടത്തിയ അഭിമുഖത്തിൽ ട്രംപ് പറഞ്ഞിരുന്നു. ലണ്ടനെ മാറ്റിമറിക്കുകയാണ് എന്ന് മേയറും ലണ്ടനെ ഏറെ സ്നേഹിക്കുന്നതിനാൽ തനിക്കത് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് ട്രംപും തുടർന്നു. തന്റെ വേരുകൾ യൂറോപ്പിലാണെന്ന് ഓർമ്മിപ്പിക്കാനും അദ്ദേഹം മറന്നില്ല. മണിക്കൂറിൽ 90 മൈൽ വേഗതയിലെത്തിയ ബ്രാം കൊടുങ്കാറ്റ് ബ്രിട്ടനിലെ സാധാരണ ജീവിതം ക്ലേശകരമാക്കി. പലയിടങ്ങളിലും കനത്ത മഴയിൽ ഗതാഗത തടസ്സങ്ങൾ ഉണ്ടായപ്പോൾ ചിലയിടങ്ങളിൽ റോഡുകൾ അടച്ചിടേണ്ടതായി വന്നു. ചിലയിടങ്ങളിൽ വാഹനങ്ങൾ തലകീഴായി മറിഞ്ഞ് അപകടങ്ങൾ ഉണ്ടായതായും റിപ്പോർട്ടുകളുണ്ട്. പലയിടങ്ങളിലും 4 ഇഞ്ച് കനത്തിൽ വരെ മഴ പെയ്തു. UK-യിൽ അങ്ങോളം ഇങ്ങോളം പലയിടങ്ങളിലും മെറ്റ് ഓഫീസ് ആംബർ യെല്ലോ വാർണിംഗുകൾ പ്രഖ്യാപിച്ചിരുന്നു. അതേസമയം പരിസ്ഥിതി ഏജൻസികൾ 325ഓളം വെള്ളപ്പൊക്ക മുന്നറിയിപ്പുകൾ നൽകി. നെറ്റ്വർക്ക് റെയിൽ പല റെയിൽ സർവീസുകൾ റദ്ദാക്കിയതോടെ നോർത്തേൺ സ്കോട്ട്ലാൻഡിലാണ് പ്രധാനമായും ഗതാഗത തടസ്സങ്ങൾ ഏറെ ബാധിച്ചത്. ചില ഭാഗങ്ങളിലേക്ക് കാറുകൾക്കും സിംഗിൾ ഡെക്കർ ബസ്സുകൾക്കും മാത്രമായി ഗതാഗതം പരിമിതപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പലയിടങ്ങളിലായി ഏകദേശം 25,000 വീടുകളിൽ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. റിപ്പബ്ലിക് ഓഫ് അയർലൻഡിൽ ഫാമുകളിലും വീടുകളിലും വൈദ്യുതി വിതരണം ഏതാണ്ട് പൂർണ്ണമായി തന്നെ തടസ്സപ്പെട്ട അവസ്ഥയായിരുന്നു. ഗ്രേറ്റ് വെസ്റ്റേൺ റെയിൽവേയിൽ സിൻഡനും ബ്രിസ്റ്റോളിനും ഇടയിലും അതുപോലെ പാറിനും കോൺവാളിനും ന്യൂക്യോയിലും ഇടയിലുമുള്ള ഗതാഗത തടസ്സങ്ങൾ ഉണ്ടായി. സ്കോട്ട് റെയിലും നിരവധി റൂട്ടുകളിൽ ട്രെയിൻ റദ്ദു ചെയ്തിരുന്നു. അവന്തി വെസ്റ്റ് കോസ്റ്റ് ട്രെയിനുകൾക്ക് പ്രസ്റ്റൺ വടക്കോട്ട് വേഗത നിയന്ത്രണം ഏർപ്പെടുത്തിയപ്പോൾ ട്രാൻസ് പെനൈന എക്സ്പ്രസ് എഡിൻബർഗിൽ നിന്നും കാൻസിലിൽ നിന്നും ഇന്നലെ ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷമുള്ള ട്രെയിനുകൾ റദ്ദു ചെയ്തു. ബ്രിട്ടീഷ് എയർവേസിന്റെ സഹോദര കമ്പനിയായ എയർ ലിങ്കസ് നിരവധി സർവീസുകൾ റദ്ദു ചെയ്തപ്പോൾ മറ്റു പല സർവീസുകളും വഴിതിരിച്ചു വിടുകയായിരുന്നു. ബെൽഫാസ്റ്റ് വിമാനത്താവളത്തിലായിരുന്നു ഏറ്റവും അധികം വിമാനങ്ങൾ റദ്ദാക്കപ്പെട്ടത്. ഇവിടെ നിന്നുള്ള 27 വിമാനങ്ങൾ റദ്ദാക്കി. റെയിൻ എയറിന്റെ കാർഗോ, അലിഗാന്റെ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിമാനങ്ങൾ മാഞ്ചസ്റ്ററിലാണ് ഇറങ്ങിയത്. ലാൻസറോട്ടിൽ നിന്നുള്ള ജെറ്റ് 2 വിമാനവും മാഞ്ചസ്റ്ററിൽ ഇറങ്ങി. ഐറിഷ് കടലിലെ ഫെറികൾ മിക്കവാറും തുറമുഖങ്ങളിൽ തന്നെ തുടർന്നു. ഐറിഷ് ഫെറികളും സ്റ്റെന ലൈനും അവരുടെ അയർലൻഡിനെയും നോർത്തേൺ അയർലൻഡിനെയും ബന്ധിപ്പിക്കുന്ന പകൽ സമയ സർവീസുകൾ റദ്ദു ചെയ്തിരുന്നു. അതുപോലെ അയർലൻഡിനെ വെയിൽസുമായും സ്കോട്ട്ലൻഡ്സുമായും ബന്ധിപ്പിക്കുന്ന സർവീസുകളും റദ്ദാക്കിയിരുന്നു. ബ്രിട്ടന്റെ മോർട്ട്ഗേജ് വിപണിയിൽ വിലയുദ്ധം ശക്തമായതോടെ പ്രധാനപ്പെട്ട മോർട്ട്ഗേജ് ലെൻഡർമാർ മോർട്ട്ഗേജ് നിരക്കുകൾ കുറയ്ക്കുന്നു. ജനുവരിയിൽ നിരക്കുകൾ 3.5% താഴേക്ക് എത്തുമെന്ന പ്രതീക്ഷ ഇതോടെ ശക്തമായി. കഴിഞ്ഞ മാസത്തിനിടെ തന്നെ വീട് വാങ്ങുന്നവരും റീമോർട്ട്ഗേജ് ചെയ്യുന്നവരും നിരക്കിലെ ഈ വ്യത്യാസങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്.
ബാർക്ലേസ്, നേഷൻ വൈഡ്, സാന്റാൻഡർ, നാസ്റ്റ്വെസ്റ്റ് ഉൾപ്പെടെ പ്രധാന ബാങ്കുകളെല്ലാം അടുത്തിടെ മാറ്റങ്ങൾ വരുത്തി. ഈ ആഴ്ച 2 വർഷത്തെ 3.51% ഡീലുമായി ഏറ്റവും ചെലവ് കുറഞ്ഞ ഓഫറും സാന്റാൻഡർ വിപണിയിലെത്തിച്ചു. റീമോർട്ട്ഗേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ 3.69% നിരക്കിൽ 2 വർഷത്തെ ഡീൽ ലഭ്യമാണ്. ഡിസംബർ 18-ന് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്കുകൾ നിലവിലെ 4%-ൽ നിന്ന് 3.75%-ലേക്ക് താഴ്ത്തുമെന്ന പ്രതീക്ഷയിലാണ് ലെൻഡർമാർ നിരക്ക് കുറയ്ക്കുന്നതെന്ന് മോർഗേജ് ബ്രോക്കർമാർ പറയുന്നു. അതേസമയം റേച്ചൽ റീവ്സിന്റെ ബജറ്റ് ഭാരം മൂലം പണപ്പെരുപ്പം താഴുമെന്ന പ്രതീക്ഷയിലാണ് കേന്ദ്ര ബാങ്ക്. അടുത്ത വർഷം 0.5% പോയിന്റെങ്കിലും പണപ്പെരുപ്പം കുറയുമെന്ന് ബാങ്ക് പ്രതീക്ഷിക്കുന്നു. 26 ബില്യൺ പൗണ്ടിന്റെ നികുതി വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം ആനുകൂല്യങ്ങൾ വാരിക്കോരി നൽകാനും മടിക്കാത്ത ചാൻസലറുടെ ബജറ്റ് മൂലം 2026 മധ്യത്തിൽ പണപ്പെരുപ്പം 0.5% പോയിന്റ് താഴുമെന്നാണ് കരുതുന്നത്. റീവ്സിന്റെ നികുതി ചുമത്തൽ തൽക്കാലത്തേക്ക് പണപ്പെരുപ്പം താഴാൻ സഹായിക്കുമെങ്കിലും മറ്റ് നയങ്ങൾ നിരക്ക് കൂടാൻ സഹായിക്കുകയാണ് ചെയ്യുന്നത്. എംപ്ലോയ്മെന്റ് ചെലവുകൾ ഉയർന്നതോടെ നിരക്ക് വർധനവുകൾ നടപ്പാക്കാൻ ബിസിനസ്സുകൾ നിർബന്ധിതമാക്കുന്നതാണ് ഇതിന് ഇടയാക്കുന്നത്. ബ്രിട്ടനിൽ സൂപ്പർ ഫ്ലൂ സീസൺ പ്രതീക്ഷകൾ മറികടന്ന് വ്യാപിക്കാൻ തുടങ്ങിയതോടെ ചുമയും തുമ്മലും നേരിട്ടാൽ മാസ്ക് ധരിക്കാൻ ഉപദേശം. എന്നു മാത്രമല്ല, മാസ്ക് അണിയാൻ ബുദ്ധിമുട്ടുള്ള ജോലിക്കാർ വീട്ടിലിരിക്കാനും ആരോഗ്യ മേധാവികൾ ഉപദേശിച്ചതോടെ രാഷ്ട്രീയ വിവാദം കത്തി. നമ്പർ 10 ഈ ഉപദേശത്തിന് പിന്തുണ അറിയിച്ചെങ്കിലും കോവിഡ് കാലത്തിന്റെ ഓർമ്മകളിലേക്ക് നയിക്കുന്ന ഇത്തരം നടപടികൾക്കെതിരെ ടോറി നേതാവ് കെമി ബാഡനോക്ക് മുന്നറിയിപ്പ് നൽകി. ഫ്ലൂ സീസൺ റെക്കോർഡ് കീഴടക്കുമെന്ന് ഉറപ്പായതോടെയാണ് കോവിഡ് കാലത്ത് ഇൻഫെക്ഷൻ നിയന്ത്രിക്കാൻ ഉപയോഗിച്ച നടപടികൾ തിരിച്ചെത്തിക്കുമെന്ന് NHS ട്രസ്റ്റുകളെ പ്രതിനിധീകരിക്കുന്ന NHS പ്രൊവൈഡേഴ്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഡാനിയൽ എൽക്കെലസ് വ്യക്തമാക്കിയത്. സാധാരണയേക്കാൾ നേരത്തെ എത്തിയ ഫ്ലൂ സ്ട്രെയിൻ ഇക്കുറി നേരത്തെ വേഗത്തിൽ പടരുന്നതും സ്കൂളുകൾ പോലും അടയ്ക്കേണ്ടി വരുന്നതുമായ സാഹചര്യത്തിലാണ് നടപടിയെന്ന് ഇദ്ദേഹം പറയുന്നു. എന്നാൽ കോവിഡ് കാലത്ത് മാസ്ക് അണിഞ്ഞ് നടന്ന ബുദ്ധിമുട്ടാണ് ഇപ്പോൾ തിരികെ എത്തിക്കുന്നതെന്ന് ബാഡ്നോക്ക് വിമർശിച്ചു. ഗവൺമെന്റ് ഇതൊന്നും നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കേണ്ടതില്ല. സാമാന്യ ബുദ്ധി ഉപയോഗിക്കാം. ആളുകൾ സ്വന്തം നിലയിൽ തീരുമാനിക്കട്ടെ, ടോറി നേതാവ് പറഞ്ഞു. രൂപമാറ്റം സംഭവിച്ച ഇൻഫ്ലുവൻസ എ സ്ട്രെയിനാണ് സൂപ്പർ ഫ്ലൂ സൃഷ്ടിക്കുന്നത്. ഇംഗ്ലണ്ടിൽ കേസുകൾ വർദ്ധിക്കാൻ ഇടയാക്കുന്നത് ഈ സ്ട്രെയിനാണ്. എന്നാൽ ഈ വർഷത്തെ വാക്സിൻ ഇതിനെതിരെ നല്ല സുരക്ഷ നൽകുന്നുണ്ട് എന്ന് UK ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസി വ്യക്തമാക്കുന്നു. വാക്സിനേഷൻ സ്വീകരിച്ച് സുരക്ഷിതരാക്കാൻ നേരത്തെ തന്നെ NHS മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. ബ്രിട്ടനിൽ തൊഴിലാളികൾക്ക് നൽകുന്ന അവധി ആനുകൂല്യങ്ങളിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. ലേബർ സർക്കാരിന്റെ പുതിയ തൊഴിലവകാശ ബില്ലിൽ അകന്ന ബന്ധുക്കൾ മരിച്ചാലും ഒരാഴ്ചയുടെ അവധി ലഭിക്കുന്നതിനുള്ള നിർദ്ദേശമാണ് പരിഗണിക്കുന്നത്. അടുത്ത ബന്ധമായി കരുതപ്പെടുന്ന സുഹൃത്തുക്കളുടേതായ മരണവും ഈ നിയമത്തിന്റെ പരിധിയിൽ വരാനാണ് സാധ്യത. ഇപ്പോൾ 18 വയസ്സിനു താഴെയുള്ള മക്കളുടെ മരണത്തിലാണ് നിർബന്ധിതമായ അവധി ലഭ്യമാക്കുന്നത്. നിയമം അന്തിമമായി പാസ്സായാൽ കേരളത്തിൽ താമസിക്കുന്ന ബന്ധുവിന്റെ മരണം സംഭവിച്ചാലും ഒരാഴ്ചയോളം അവധി ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും. പലപ്പോഴും ഇത്തരം സാഹചര്യങ്ങളിൽ ഉറ്റവരുടെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ അവധി ലഭിക്കുക എന്നത് വലിയ കടമ്പയായിരുന്നു. തൊഴിലവകാശ ബില്ലിൽ യൂണിയനുകൾക്ക് കൂടുതൽ അധികാരം, സിക്ക് ലീവിനുള്ള അധിക അവകാശങ്ങൾ, മാതൃത്വ പിതൃത്വ അവധിയിൽ മാറ്റങ്ങൾ എന്നിവയും ഉൾപ്പെടുന്നു. സർക്കാരിന്റെ വിലയിരുത്തൽ പ്രകാരം ഈ മാറ്റങ്ങൾ കമ്പനികൾക്കായി വർഷത്തിൽ ഏകദേശം 5 ബില്യൺ പൗണ്ടിന്റെ അധിക ചെലവ് വരുത്തും. എങ്കിലും തൊഴിലാളികൾക്ക് കൂടുതൽ സുരക്ഷയും സഹായവും നൽകാനുള്ള ചരിത്ര നേട്ടമായിട്ടാണ് ലേബർ സർക്കാർ ഈ നിയമത്തെ കാണുന്നതെന്ന് മന്ത്രിമാർ വ്യക്തമാക്കുന്നു. അവധിക്കുള്ള ബന്ധുക്കളുടെ പരിധി വ്യാപിപ്പിക്കുന്നത് ചെറിയ ബിസിനസ്സുകൾക്ക് വലിയ സാമ്പത്തിക ഭാരം വരുത്തുമെന്നാണ് വ്യവസായ രംഗത്തിന്റെ ആശങ്ക. ജീവനക്കാർക്ക് വ്യക്തിപരമായ ഏതു ബന്ധവും അവധിക്ക് കാരണമാകുന്നതോടെ സ്ഥാപനങ്ങളുടെ ദിനചര്യയും പ്രവർത്തനക്രമവും താറുമാറാകുമെന്നാണ് തൊഴിലുടമകളുടെ വിലയിരുത്തൽ. കൂടാതെ ജീവനക്കാരിൽ നിന്ന് തെളിവോ മുൻകൂട്ടി അറിയിപ്പോ ഇല്ലാതെ പലതവണ അവധി പോകാൻ സാധ്യത ഉണ്ടാകുമെന്നതിനാൽ താൽക്കാലിക സ്റ്റാഫിനെ ഏർപ്പെടുത്തുന്നതിലും ഓവർടൈം ചെലവുകളിലും കമ്പനി നൽകേണ്ട ചെലവ് ഉയരുമെന്നാണ് മുന്നറിയിപ്പ്. സഹപ്രവർത്തകയെ ബലാത്സംഗം ചെയ്തതിനും 2 യുവതികളെ ലൈംഗികമായി പീഡിപ്പിച്ചതിനും സ്കോട്ട്ലൻഡിലെ ലെനാർക്ക്ഷയർ കെയർ ഹോമിൽ ജോലി ചെയ്തിരുന്ന മലയാളിയായ നൈജൽ പോളിനെ ഗ്ലാസ്ഗോ ഹൈക്കോടതി 7 വർഷവും 9 മാസവും തടവ് ശിക്ഷ വിധിച്ചു. 2019 വിചാരണ ഒഴിവാക്കാനായി ഇയാൾ ഇന്ത്യയിലേക്ക് കടന്നെങ്കിലും പിന്നീട് കൊച്ചിയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് വിചാരണയ്ക്കായി തിരിച്ചെത്തിക്കുകയായിരുന്നു. സ്കോട്ട്ലൻഡിലേക്ക് കൊണ്ടുവന്ന ശേഷം ഇയാൾ കുറ്റങ്ങൾ സമ്മതിച്ചു. 2018 ഏപ്രിൽ 26 വയസ്സുള്ള സഹപ്രവർത്തകയെ ഓഫീസ് മുറിയിൽ പൂട്ടി ഭീഷണിപ്പെടുത്തിയാണ് നൈജൽ പോൾ ആക്രമിച്ചത്. ജോലിയിലെ ഹാജർ കുറവിനെയും സാമ്പത്തിക പ്രശ്നങ്ങളെയും ചൂണ്ടിക്കാട്ടി ഇയാൾ ഭീഷണിപ്പെടുത്തി ബലാത്സംഗം ചെയ്യുകയായിരുന്നു എന്നാണ് കേസ്. സംഭവത്തിന് ശേഷം യുവതി ഭയന്ന് ഒന്നും പറയാതെ പുറത്തേക്ക് ഓടി. മറ്റ് 2 യുവതികളോടും ഇയാൾ പലതവണ മോശമായി പെരുമാറ്റം കാണിച്ചതായി കോടതിയിൽ തെളിവുകൾ ലഭിച്ചിരുന്നു. കുറ്റം സമ്മതിച്ചിട്ടും ഇരകളെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ നൈജൽ പോൾ പെരുമാറിയതിനെതിരെ കടുത്ത വിമർശനം ഉയർന്നതായി ജഡ്ജി ലോർജ് റൂനുച്ചി കോടതി വിചാരണയിൽ പറഞ്ഞു. സംഭവങ്ങൾ പൂർണ്ണമായ ആസൂത്രിതവും മോശപ്പെട്ട രീതിയിലുള്ള ആക്രമണങ്ങളുമാണെന്ന് കോടതി വ്യക്തമാക്കി. ജയിൽവാസത്തോടൊപ്പം ജീവപര്യന്തം ലൈംഗിക കുറ്റവാളികളുടെ പട്ടികയിലും ഇയാളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 10 വയസ്സുകാരിയായ സ്കൂൾ വിദ്യാർത്ഥിനിയും അവളുടെ പിതാവും അവർ താമസിച്ചിരുന്ന കാരവന് തീപിടിച്ചതിനെ തുടർന്ന് മരണമടഞ്ഞു. കേടായ ഒരു ഫോണോ അല്ലെങ്കിൽ ടാബ്ലറ്റോ ആയിരുന്നു അഗ്നിബാധയ്ക്ക് കാരണമെന്നാണ് ഇൻക്വസ്റ്റിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ഏപ്രിലിൽ ലിങ്കൺഷെയറിലെ ഗോൾഡൻ ബീച്ച് ഹോളിഡേ പാർക്കിൽ നടന്ന തീപിടുത്തത്തിൽ എക്മെ ബേക്കറും അദ്ദേഹത്തിന്റെ പിതാവ് 48-കാരനായ ലീ ബേക്കറുമാണ് മരണപ്പെട്ടത്. അവിചാരിതമായി ഉണ്ടായ അഗ്നിബാധയായിരുന്നു അതെന്നും ഇന്നലെ നടന്ന ഇൻക്വസ്റ്റിൽ വെളിപ്പെടുത്തി.
ഇൻഗോൺ മിൽസിൽ കാരവൻ സൈറ്റിൽ ഒഴിവുകാലം ആഘോഷിക്കുകയായിരുന്നു അച്ഛനും മകളും. ഇക്കഴിഞ്ഞ ഏപ്രിൽ 5-ന് വെളുപ്പിന് 3 മണിയോടെയായിരുന്നു തീപിടുത്തമുണ്ടായത്. അഗ്നിബാധ അറിഞ്ഞ ഉടൻ തന്നെ ശ്വാസം മുട്ടി യസ്മെ ഉറക്കമുണർന്നതായാണ് ലക്ഷണങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ അതിവേഗം അഗ്നിവലയങ്ങൾ അവളെ ചുറ്റി വരികയായിരുന്നു. കഴിഞ്ഞ വർഷം നവംബറിലായിരുന്നു അവർ ഈ കാരവൻ വാങ്ങിയത്. യൂറോപ്പിനെതിരെ രൂക്ഷ വിമർശനവുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ദുർബലരായ നേതാക്കൾ നയിക്കുന്ന ജീർണിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടമാണ് യൂറോപ്പെന്ന് അദ്ദേഹം ആരോപിച്ചു. കുടിയേറ്റം നിയന്ത്രിക്കുന്നതിനും റഷ്യ-യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനും അവർ പരാജയപ്പെട്ടു. തന്റെ നയപരമായ കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കുന്ന യൂറോപ്യൻ നേതാക്കളെ പിന്തുണയ്ക്കാൻ തയ്യാറാണെന്നും ട്രംപ് സൂചിപ്പിച്ചു. അവർ ദുർബലരാണെന്ന് ഞാൻ കരുതുന്നു. എന്തു ചെയ്യണമെന്ന് അവർക്കറിയില്ല എന്ന് തോന്നുന്നു. എന്തു ചെയ്യണമെന്ന് യൂറോപ്പിന് അറിയില്ല എന്നും ട്രംപ് പറഞ്ഞു. യൂറോപ്യൻ രാഷ്ട്രീയ നേതൃത്വത്തിനെതിരെ ട്രംപ് നടത്തിയ ഏറ്റവും ശക്തമായ വിമർശനമാണിത്. റഷ്യ-യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളിലെ നിർണായകമായ ഘട്ടത്തിലാണ് ട്രംപിന്റെ വിമർശനം എന്നതും ശ്രദ്ധേയമാണ്. റഷ്യ-യുക്രൈൻ വെടിനിർത്തൽ നീതിയുക്തവും ശാശ്വതവുമായിരിക്കണമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ തിങ്കളാഴ്ച വ്യക്തമാക്കിയിരുന്നു. സമാധാന കരാറിനായി US തയ്യാറാക്കിയ ചില വ്യവസ്ഥകളുടെ വിശദാംശങ്ങളിൽ സംശയമുണ്ടെന്നും അതിനെക്കുറിച്ച് ചർച്ചകൾ ആവശ്യമാണ് എന്ന് ജർമ്മൻ ചാൻസലർ ഫ്രീഡ്രിഷ് മെർസും നിലപാട് സ്വീകരിച്ചിരുന്നു. യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ വെടിനിർത്തലിനായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന പദ്ധതിയെക്കുറിച്ച് യൂറോപ്യൻ രാജ്യങ്ങളുടെ കൂടിയാലോചനയിലാണ് ഇരു നേതാക്കളും നിലപാട് വ്യക്തമാക്കിയത്. ലണ്ടനിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമറിന്റെ ടൗണിംഗ് സ്ട്രീറ്റിലെ ഔദ്യോഗിക വസതിയിലെ ചർച്ചയിൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയുടെ സാന്നിധ്യത്തിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, ജർമ്മൻ ചാൻസലർ ഫ്രീഡ്രിഷ് മെർസ് എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുത്തത്. വെനസ്വേലയിൽ ഭരണമാറ്റത്തിന് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം നീക്കങ്ങൾ ഊർജിതമാക്കിയെന്ന് റിപ്പോർട്ടുകൾ. പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയാൽ തുടർന്നുള്ള പദ്ധതികൾ ട്രംപ് ഭരണകൂടം തയ്യാറാക്കുകയാണ് എന്ന് 2 മുതിർന്ന ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. നിക്കോളാസ് മഡൂറോയ്ക്കെതിരെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ച് ഭീഷണി മുഴക്കുകയും സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുന്നതിനു പിന്നാലെയാണ് വെനസ്വേലയിലെ ഭാവി പദ്ധതികൾ തയ്യാറാക്കുന്നുവെന്ന സൂചനകൾ പുറത്തുവരുന്നത്. പദ്ധതി അതീവ രഹസ്യമായി വൈറ്റ് ഹൌസിലാണ് തയ്യാറാക്കുന്നതെന്നും CNN റിപ്പോർട്ട് ചെയ്തു. നിക്കോളാസ് മഡൂറോ രാജ്യം വിടുകയോ സൈനിക നടപടിയെ തുടർന്ന് സ്ഥാനമൊഴിയാൻ നിർബന്ധിതനാവുകയോ ചെയ്താൽ ഉണ്ടാകുന്ന അധികാര ശൂന്യത നികത്താനും രാജ്യത്ത് സ്ഥിരത കൊണ്ടുവരാനും US എങ്ങനെയെല്ലാം ഇടപെടാം എന്നതിനെ കുറിച്ചുള്ള വിവിധ പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുന്നുവെന്നാണ് വിവരം. മഡൂറോയെ പുറത്താക്കാൻ എത്രത്തോളം പോകുമെന്ന് പറയാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പൊളിറ്റിക്കോയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ ട്രംപ്, എന്നാൽ അദ്ദേഹത്തിന്റെ നാളുകൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു എന്നും കൂട്ടിച്ചേർത്തു. കരീബിയൻ മേഖലയിലെ ബോട്ടുകൾക്കെതിരായ നടപടിയുടെ ലക്ഷ്യം US-ലേക്കുള്ള മയക്കുമരുന്ന് പ്രവാഹം കുറയ്ക്കുകയാണ് എന്നാണ് ഉദ്യോഗസ്ഥർ പരസ്യമായി പറയുന്നത്. എന്നാൽ മഡൂറോയെ പുറത്താക്കുന്ന കാര്യം ട്രംപ് പരിഗണിക്കുന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഈ പദ്ധതികൾ എന്നാണ് വിലയിരുത്തൽ. യൂട്ടായിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ട വലതുപക്ഷ ആക്ടിവിസ്റ്റും മാധ്യമപ്രവർത്തകനുമായ ചാർലി കിർക്കിന്റെ മരണാനന്തരം പ്രസിദ്ധീകരിച്ച പുതിയ പുസ്തകം പുറത്തിറങ്ങി. മണിക്കൂറുകൾക്കകം ബെസ്റ്റ് സെല്ലർ പട്ടികയിൽ പുസ്തകം ഒന്നാമതെത്തി. ഡൊണാൾഡ് ട്രംപ് ജൂനിയർ സ്ഥാപിച്ച വിന്നിംഗ് ടീം പബ്ലിഷിംഗ് ഇറക്കിയ സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ഗോഡ് എന്ന പുസ്തകമാണ് ഡിസംബർ 9-ന് പുറത്തിറക്കിയ ഉടൻ തന്നെ ആമസോണിന്റെ ബെസ്റ്റ് സെല്ലിംഗ് ബുക്സിൽ ചാർട്ടിൽ മുന്നിലെത്തിയത്. പുസ്തക പ്രകാശനത്തിനുള്ള തയ്യാറെടുപ്പുകൾക്കിടെയാണ് സെപ്റ്റംബറിൽ യൂട്ടായിൽ കിർക്ക് വെടിയേറ്റ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ പ്രതിയായ ടൈലർ ജെയിംസ് റോബിൻസൺ കോടതി നടപടികൾ കാത്തിരിക്കുകയാണ്. ഇതിനിടയിൽ കിർക്കിന്റെ അനുയായികൾ അദ്ദേഹത്തിന്റെ പുതിയ പുസ്തകത്തിനൊപ്പം മുൻപ് പ്രസിദ്ധീകരിച്ച കൃതികളും വ്യാപകമായി വാങ്ങിയതായാണ് വിൽപ്പന കുതിച്ചുയരാൻ കാരണമെന്ന് പറയപ്പെടുന്നത്. മരണാനന്തരമായി കിർക്കിന് ലഭിക്കുന്ന വലിയ പിന്തുണയാണ് ബെസ്റ്റ് സെല്ലർ നേട്ടത്തിന് പിന്നിലെന്ന് നിരീക്ഷകർ പറയുന്നു. ലണ്ടനിൽ ഒരു ഗുരുവായൂരപ്പ ക്ഷേത്രം എന്ന സാക്ഷാത്കാരത്തിനായി പ്രവർത്തിക്കുന്ന ലണ്ടൻ ശ്രീ ഗുരുവായൂരപ്പ സേവാ സംഘവും മോഹൻജി ഫൗണ്ടേഷനും ചേർന്ന് ലണ്ടൻ ദേശവിളക്ക് മണ്ഡല ചിറപ്പ് മഹോത്സവം ധനുമാസ തിരുവാതിരയും സംഘടിപ്പിക്കുന്നു. 2025 ഡിസംബർ 27-ാം തീയതി ശനിയാഴ്ച വൈകുന്നേരം 5 മണി മുതൽ ലണ്ടനിലെ തൊണ്ടൻ ഹീത്തിലുള്ള വെസ്റ്റ് തൊണ്ടൻ കമ്മ്യൂണിറ്റി സെന്ററിൽ വെച്ചാണ് ദേശവിളക്ക് നടത്തുന്നത്. അന്നേ ദിവസം തത്വമസി UK, ശ്രീ ഗുരുവായൂരപ്പ സേവാ സംഘം എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഭജന, ഗുരുവായൂരപ്പ സേവാ സംഘം അവതരിപ്പിക്കുന്ന തിരുവാതിരകളി, ശേഷം പ്രത്യേക വഴിപാടായ നീരാഞ്ജനം, തുടർന്ന് ദീപാരാധന, പടിപൂജ, സമൂഹ ഹരിവരാസനവും ശേഷം അന്നദാനവും ഉണ്ടായിരിക്കുന്നതാണ്. നീരാഞ്ജനം നടത്താൻ താല്പര്യമുള്ള ഭക്തജനങ്ങൾ സംഘാടകരെ മുൻകൂട്ടി അറിയിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 119.6 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.14 യൂറോ, ഒരു US ഡോളർ 89.88 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 104.55 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.33 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 64.9 ഇന്ത്യൻ രൂപ. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം നാഷണൽ ന്യൂസ്. നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. കോൺഗ്രസ് MP ശശി തരൂരിനെ RSS നേതാവ് VD സവർക്കറുടെ പേരിലുള്ള പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തു. HRDS ഇന്ത്യ എന്ന സന്നദ്ധ സംഘടനയാണ് സവർക്കർ ഇന്റർനാഷണൽ ഇമ്പാക്ട് അവാർഡ് നൽകുന്നത്. എന്നാൽ അവാർഡ് ശശി തരൂർ സ്വീകരിക്കില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ഓഫീസ് നൽകുന്ന വിവരം. അദ്ദേഹം നേരിട്ട് ഇതിനോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. തരൂർ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച 6 പേരെയാണ് പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തിരുന്നത്.
ഡൽഹിയിൽ ഇന്ന് വൈകിട്ട് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അവാർഡ് കൈമാറുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ദേശീയവും ആഗോളവുമായ തലങ്ങളിൽ തരൂരിന്റെ വിശാലമായ സ്വാധീനമാണ് അദ്ദേഹത്തെ പുരസ്കാരത്തിനായി തിരഞ്ഞെടുക്കാൻ കാരണമെന്നാണ് സംഘാടകർ വിശദീകരിക്കുന്നത്. എന്നാൽ തരൂരിന് സവർക്കർ പുരസ്കാരം നൽകുന്നതിനെതിരെ കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയിരുന്നു. സവർക്കറുടെ പേരിലുള്ള ഒരു അവാർഡും ഒരു കോൺഗ്രസുകാരനും വാങ്ങാൻ പാടില്ല എന്ന് കെ മുരളീധരൻ പ്രതികരിച്ചു. സമീപകാലത്തായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അനുകൂലിച്ച് പ്രസ്താവനകൾ നടത്തി തരൂർ കോൺഗ്രസിന്റെ കണ്ണിലെ കരടായി മാറിയിരുന്നു. ഇതിനിടെയാണ് സവർക്കറുടെ പേരുള്ള പുരസ്കാരത്തിന് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇന്ത്യക്കുമേൽ അമേരിക്ക പിഴച്ചുങ്കം ഏർപ്പെടുത്തിയതിന് പിന്നിൽ റഷ്യൻ എണ്ണ കാരണമായിരുന്നില്ല എന്ന് റിസർവ് ബാങ്ക് മുൻ ഗവർണറും സാമ്പത്തിക വിദഗ്ധനുമായ രഘുറാം രാജൻ. ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയ 50% താരിഫിന് റഷ്യൻ എണ്ണ ഇറക്കുമതി കാരണമായിരുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പാകിസ്ഥാനുമായുള്ള സൈനിക വെടിനിർത്തലിനെ കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് നടത്തിയ പരാമർശങ്ങളും കേന്ദ്ര സർക്കാർ അത് കൈകാര്യം ചെയ്ത രീതിയുമാണ് ഇതിന് കാരണമായി രഘുറാം രാജൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. സൂററ്റ് സർവകലാശാലയിൽ ഒരു ചടങ്ങിൽ സംസാരിക്കവെയാണ് അദ്ദേഹത്തിന്റെ അവകാശവാദങ്ങൾ. ട്രംപിന്റെ വാദം അംഗീകരിച്ച് പാകിസ്ഥാൻ ഒപ്പം നിന്നതുകൊണ്ട് അവർക്ക് താരിഫ് കുറച്ചെന്നും അദ്ദേഹം പറഞ്ഞു. റഷ്യൻ എണ്ണ പ്രശ്നമായിരുന്നില്ല, വൈറ്റ് ഹൌസിലെ ഒരു വ്യക്തിത്വമായിരുന്നു പ്രധാന പ്രശ്നമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിച്ചതിന് ട്രംപ് ക്രെഡിറ്റ് നേടിയതിനു ശേഷം ഇന്ത്യ നടത്തിയ ചില പരാമർശങ്ങൾ കാരണമായി. പാകിസ്ഥാൻ ഇത് ശരിയായി ഉപയോഗിച്ചു. ട്രംപ് കാരണമാണ് ഇതെല്ലാം സംഭവിച്ചതെന്ന് അവർ പറഞ്ഞു. രഘുറാം രാജൻ ഇങ്ങനെയാണ് കൂട്ടിച്ചേർത്തത്. ട്രംപിന്റെ സാന്നിധ്യം ഇല്ലാതെ തന്നെ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു കരാറിലെത്തിയിരുന്നതായി ഇന്ത്യ വാദിക്കാൻ ശ്രമിച്ചു. ഒരു പക്ഷേ സത്യം ഇതിനിടയിലായിരിക്കാം. എന്നാൽ ഇന്ത്യക്ക് 50% താരിഫും പാകിസ്ഥാന് 19% ലഭിച്ചുവെന്നതാണ് ഫലമെന്നും രഘുറാം രാജൻ പറഞ്ഞു. ആരോഗ്യപരമായ പ്രവർത്തന മത്സരമില്ലാതെ കിതച്ച് രാജ്യത്തെ ആഭ്യന്തര വ്യോമയാന വിപണി. ആഭ്യന്തര വിമാന സർവീസിന്റെ 64.6% ഇൻഡിഗോ എന്ന ഒറ്റ കമ്പനിക്ക് സ്വന്തമാണിത്. ടാറ്റ ഗ്രൂപ്പിന് കീഴിലുള്ള എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസും ചേർന്ന് മറ്റൊരു 27% വിപണി വിഹിതം സ്വന്തമാക്കുന്നു. രണ്ടും ചേർന്നാൽ 90%-ന് മുകളിലായി. അതായത് രാജ്യത്തെ വ്യോമയാന വിപണിയുടെ ഏറിയ കൂറും രണ്ടു കമ്പനികളിലേക്ക് ചുരുങ്ങി. വിപണിയിൽ മത്സരിച്ച് മറ്റു കമ്പനികൾക്ക് ഉയർന്നു വരാൻ കടുത്ത വെല്ലുവിളിയാണ് ഈ സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നത്. വിപണിയിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്ന സ്പൈസ് ജെറ്റിനും പുതുതായി വന്ന ആകാശയും കിതയ്ക്കുന്നതിനും വിപണിയിൽ ടിക്കറ്റ് നിരക്ക് ഉയർന്നു പോകുന്നതിനും ഇത് കാരണമായിട്ടുണ്ട്. ഒക്ടോബറിലെ DGCA കണക്ക് പ്രകാരം ആകാശ 5.4%, സ്പൈസ് ജെറ്റ് 2% എന്നിങ്ങനെയാണ് വിപണി വിഹിതമുള്ളത്. ഇതിൽ സ്പൈസ് ജെറ്റിന്റെ വിപണി സാന്നിധ്യം അടിക്കടി കുറഞ്ഞു വരുന്നു. ആകാശയ്ക്കാണെങ്കിൽ പുതിയ വിമാനങ്ങൾ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. പൈലറ്റുമാരുടെ ക്ഷാമവും കമ്പനിക്ക് തിരിച്ചടിയാകുന്നു. മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് പുതിയ കമ്പനികൾക്ക് നാമമാത്രമായ പ്രവർത്തന സാഹചര്യം മാത്രമാണ് ഇത് അവശേഷിപ്പിക്കുന്നത്. ഓസ്ട്രേലിയയിലും സമാന സ്ഥിതിയുണ്ട്. ക്വാന്റാസ്, വിർജിൻ എന്നീ രണ്ടു കമ്പനികൾക്ക് 98% വിപണി വിഹിതമാണ് ഉള്ളത്. അമേരിക്കയിൽ സ്ഥിതി വ്യത്യസ്തമാണ്. രാജ്യത്തെ ഏറ്റവും വലിയ എയർലൈൻ കമ്പനിയായ അമേരിക്കൻ എയർലൈൻസിന് 21% വിപണി വിഹിതമാണ് ഉള്ളത്. ആദ്യ 3 കമ്പനികൾ എടുത്താലും 58% വരൂ. ചൈനയിൽ ആഭ്യന്തര സേവന രംഗത്ത് ആദ്യ 3 സ്ഥാനങ്ങളിലുള്ള കമ്പനികൾക്ക് 58% മാത്രമാണ് വിപണി വിഹിതം. ബ്രിട്ടൻ, ബ്രസീൽ, ജപ്പാൻ, തായ്ലൻഡ്, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളിലും സ്ഥിതി സമാനമാണ്. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയുടെ മൊഴി SIT ഇന്ന് രേഖപ്പെടുത്തില്ല. മറ്റൊരു ദിവസം മൊഴി രേഖപ്പെടുത്താമെന്ന് പ്രത്യേക അന്വേഷണ സംഘം ചെന്നിത്തലയെ അറിയിച്ചു. ഉദ്യോഗസ്ഥരുടെ അസൗകര്യത്തെ തുടർന്നാണ് മൊഴിയെടുപ്പ് മാറ്റിയതെന്നാണ് വിവരം. ശബരിമലയിൽ നിന്ന് കടത്തിയ സ്വർണ്ണപ്പാളികൾ പുരാവസ്തുവായി വിറ്റുവെന്നും 500 കോടി രൂപയുടെ മൂല്യം അതിനുണ്ടെന്നും വിവരം ലഭിച്ചതായി ചെന്നിത്തല കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇത് സംബന്ധിച്ചുള്ള വിവരം കൈമാറാൻ തയ്യാറാണ് എന്ന് രമേശ് ചെന്നിത്തല കത്തു നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് മൊഴിയെടുക്കാൻ തീരുമാനിച്ചത്. തനിക്ക് പരിചയമുള്ള ഇന്ത്യക്ക് വെളിയിൽ വ്യവസായം നടത്തുന്ന ആളാണ് ഇത്തരത്തിൽ വിവരം നൽകിയതെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. മുൻപ് ഇത്തരത്തിൽ നൽകിയ വിവരങ്ങൾ വിശ്വാസ്യതയുള്ളതായിരുന്നു. ആ സാഹചര്യത്തിലാണ് അദ്ദേഹം അറിയിച്ച കാര്യങ്ങൾ SITക്ക് കൈമാറാൻ തീരുമാനിച്ചത്. വിവരം നൽകിയ ആളെ ചോദ്യം ചെയ്ത് കാര്യങ്ങൾ അവർ അന്വേഷിച്ച് കണ്ടെത്തട്ടെ. ശബരിമലയിൽ നിന്ന് കടത്തിയ സ്വർണത്തിന് രാജ്യാന്തര മാർക്കറ്റിൽ 500 കോടി മുതൽ 1000 കോടി വരെ മൂല്യമുണ്ട് എന്നാണ് പറയുന്നത്. അത്തരത്തിൽ ഒരു വിവരം കിട്ടുമ്പോൾ മിണ്ടാതിരിക്കാൻ കഴിയുമോ എന്നും രമേശ് ചെന്നിത്തല ചോദിച്ചു. അദ്ദേഹത്തിന് സ്വയം കാര്യങ്ങൾ പറയാൻ ഭയമുണ്ട്. ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയപ്പോൾ അദ്ദേഹം വിവരങ്ങൾ കൈമാറാൻ സന്നദ്ധമായിട്ടുണ്ട്. ഇത്രയും നാൾ അന്വേഷിച്ചിട്ടും സ്വർണം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആ സാഹചര്യത്തിലാണ് എനിക്ക് ലഭിച്ച വിവരം SITയെ അറിയിക്കാൻ തീരുമാനിച്ചതെന്നും ചെന്നിത്തല പറഞ്ഞു. പുരാവസ്തു കള്ളക്കടത്ത് സംഘത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ചെന്നിത്തല പ്രത്യേക അന്വേഷണ സംഘത്തെ നയിക്കുന്ന ADGP H വെങ്കടേഷിന് കത്തു നൽകിയിരുന്നു. ക്ഷേത്രങ്ങളിൽ നിന്ന് പുരാവസ്തുക്കൾ മോഷ്ടിച്ചു കടത്തി രാജ്യാന്തര കരിഞ്ചന്തയിൽ കോടിക്കണക്കിന് രൂപയ്ക്ക് വിൽക്കുന്ന ഒരു സംഘവുമായി ദേവസ്വം ബോർഡിലെ ചില ഉന്നതർക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നതായി അറിവ് ലഭിച്ചിട്ടുണ്ടെന്നും ഇതിന്റെ പശ്ചാത്തലത്തിലാണ് അന്വേഷണം ഈ വഴിക്ക് കൂടി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെടുന്നതെന്നും കത്തിൽ പറഞ്ഞിരുന്നു. കാണാപ്പുറത്തുള്ള രാജ്യാന്തര മാനങ്ങളെ കുറിച്ചുകൂടി അന്വേഷിക്കണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും സുരേഷ് ഗോപി 2 വോട്ട് ചെയ്തത് എങ്ങനെയെന്ന് CPI നേതാവ് VS സുനിൽകുമാർ. എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നതെന്നും ഇക്കാര്യത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന് മറുപടി നൽകണമെന്നും VS സുനിൽകുമാർ ആവശ്യപ്പെട്ടു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും കുടുംബവും തൃശൂർ കോർപ്പറേഷനിലെ
നെട്ടിശ്ശേരിയിൽ സ്ഥിരതാമസക്കാരാണെന്ന് പറഞ്ഞാണ് വോട്ട് ചെയ്തതും ചേർത്തതും. ഇപ്പോൾ നടന്ന തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ അദ്ദേഹവും കുടുംബവും വോട്ട് ചെയ്തത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശാസ്തമംഗലം ഡിവിഷനിലും. ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് സുനിൽകുമാർ ചോദിച്ചു. ഇതിന് തിരഞ്ഞെടുപ്പ് കമ്മീഷനും സുരേഷ് ഗോപിയും മറുപടി പറയണമെന്നും സുനിൽകുമാർ ആവശ്യപ്പെട്ടു. നടിയെ ആക്രമിച്ച കേസിൽ ഗൂഢാലോചന കുറ്റം ആരോപിക്കപ്പെട്ട 8ാം പ്രതി ദിലീപിനെ കുറ്റവിമുക്തനാക്കിയ വിചാരണ കോടതി വിധി ചോർന്നതായി ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് യശ്വന്ത് ഷേണായി. കേസിന്റെ വിധി വരുന്നതിന് ഏകദേശം ഒരാഴ്ച മുൻപ് സംഘടനയ്ക്ക് ഊമക്കത്ത് ലഭിച്ചുവെന്നും കത്തിലെ വിവരങ്ങൾ വിധിയുമായി സാമ്യമുള്ളതാണെന്നും ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് യശ്വന്ത് ഷേണായി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് കത്ത് നൽകി. ഊമക്കത്തിന്റെ പകർപ്പടക്കമാണ് അസോസിയേഷൻ പ്രസിഡന്റിന്റെ പരാതി. 1ാം പ്രതി പൾസർ സുനി അടക്കം 6 പേരെ കുറ്റക്കാരായി പ്രസ്താവിച്ച വിധിയുടെ ഉള്ളടക്കം വിധി പ്രഖ്യാപിക്കും മുൻപ് ഊമക്കത്തായി ലഭിച്ചു എന്നാണ് പരാതി. ഡിസംബർ 8-ന് വിധി പറയുന്ന കേസിൽ 7ാം പ്രതി ചാർലി തോമസ്, 8ാം പ്രതി ദിലീപ്, 9ാം പ്രതി സനിൽകുമാർ എന്നിവരെ ഒഴിവാക്കുമെന്നും ഊമക്കത്തിൽ പറയുന്നുവെന്നാണ് വിവരം. വിധി ചോർന്നുവെന്നും കത്തിന്റെ ഉറവിടം കണ്ടെത്തണമെന്നും അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് ജുഡീഷ്യറിയുടെ വിശ്വാസ്യത ഉറപ്പാക്കാൻ കൃത്യമായ അന്വേഷണം നടത്തണമെന്നാണ് പരാതിയിലെ പ്രധാന ആവശ്യം. ഈ ഊമക്കത്തിന്റെ നിജസ്ഥിതിയും ലക്ഷ്യവും കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണെന്നും ഹൈക്കോടതിയുടെ വിജിലൻസ് വിഭാഗം ഇതിൽ അന്വേഷണം നടത്തണമെന്നുമാണ് അഭിഭാഷക അസോസിയേഷൻ ആവശ്യപ്പെടുന്നത്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 1ാം T20-യിൽ ഇന്ത്യക്ക് വമ്പൻ വിജയം. 101 റൺസ് വിജയമാണ് മത്സരത്തിൽ ഇന്ത്യ നേടിയത്. ആദ്യം ബാറ്റ് ചെയ്ത് ഇന്ത്യ ഉയർത്തിയ 176 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ദക്ഷിണാഫ്രിക്ക 74 റൺസിന് ഓൾ ഔട്ടായി. T20-യിൽ ദക്ഷിണാഫ്രിക്കയുടെ ഏറ്റവും ചെറിയ സ്കോറാണിത്. വിജയത്തോടെ പരമ്പരയിൽ നിന്ന് ഇന്ത്യ 10-ന് മുന്നിലെത്തി. പരമ്പരയിലെ 2ാം മത്സരം വ്യാഴാഴ്ച ചണ്ഡീഗഡിൽ നടക്കും. T20 രാജ്യാന്തര മത്സരങ്ങളിൽ 100 വിക്കറ്റുകൾ എന്ന നേട്ടത്തിലേക്ക് ഈ മത്സരത്തോടെ ഇന്ത്യൻ പേസർ ജസ്പ്രീത് ബുംറ എത്തി. ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റിലും 100 വിക്കറ്റ് തികയ്ക്കുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന റെക്കോർഡിലേക്കും ഇതോടെ ബുംറ എത്തി. കട്ടക്കിലെ പിച്ചിൽ ടോസ് ആനുകൂല്യം ലഭിച്ചിട്ടും അത് മുതലെടുക്കാൻ സാധിക്കാതിരുന്ന ദക്ഷിണാഫ്രിക്കയാണ് മറുപടി ബാറ്റിംഗിൽ കണ്ടത്. 14 പന്തിൽ 22 റൺസ് എടുത്ത യുവതാരം ഡെവാൾഡ് ബ്രെവിസ് ആണ് അവരുടെ ടോപ്പ് സ്കോറർ. സ്കോർ ബോർഡിൽ 1 റൺ വരും മുൻപേ ഓപ്പണർ ക്വിന്റൺ ഡിക്കോക്കിനെ നഷ്ടപ്പെട്ട ദക്ഷിണാഫ്രിക്കയ്ക്ക് പിന്നീടൊരു തിരിച്ചുവരവ് സാധ്യമായില്ല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വാക്പോരാട്ടം മുറുക്കിയ ഡൊണാൾഡ് ട്രംപും ലണ്ടൻ മേയർ സാദിഖ് ഖാൻ വൃത്തികെട്ടവനും ദുഷ്ടനും വെറുക്കപ്പെട്ടവനുമാണ് എന്ന് ട്രംപ്. ലണ്ടനിൽ വാസമുറപ്പിച്ചതിനാൽ മാത്രമാണ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതെന്നും വിമർശനം. ബ്രിട്ടനിൽ ഭീതി വിതച്ച് ബ്രാം കൊടുങ്കാറ്റ്. മണിക്കൂറിൽ 90 മൈൽ വേഗതയിൽ കൊടുങ്കാറ്റ് വീശിയടിച്ചു. കൊടുങ്കാറ്റിൽ വലഞ്ഞ് ബ്രിട്ടനിലെ സാധാരണക്കാർ. UK-യിൽ അങ്ങോളം ഇങ്ങോളം യെല്ലോ വാണിംഗുകൾ. കനത്ത മഴയിൽ ഗതാഗത തടസ്സങ്ങൾ ഉണ്ടായി. റോഡുകൾ അടച്ചു. ബ്രിട്ടനിൽ മോർട്ട്ഗേജ് നിരക്കുകൾ കുറച്ച് പ്രധാന ലെൻഡർമാർ. നിരക്കുകൾ കുറച്ചത് മോർട്ട്ഗേജ് വിപണിയിൽ വിലയുദ്ധം ശക്തമായതോടെ. അടുത്ത വർഷത്തോടെ നിരക്കുകൾ 3.5% താഴേക്ക് എത്തും. ബാർക്ലേസും നാറ്റ്വെസ്റ്റും ഉൾപ്പെടെയുള്ള പ്രധാന ബാങ്കുകളെല്ലാം നിരക്കുകളിൽ മാറ്റങ്ങൾ വരുത്തി. യൂറോപ്പിനെതിരെ രൂക്ഷ വിമർശനവുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ദുർബലരായ നേതാക്കൾ നയിക്കുന്ന ജീർണിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടമാണ് യൂറോപ്പെന്ന് ട്രംപിന്റെ ആരോപണം. കുടിയേറ്റം നിയന്ത്രിക്കുന്നതിനും റഷ്യ-യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിലും പരാജയപ്പെട്ടവരാണ് യൂറോപ്യൻ നേതാക്കളെന്നും അമേരിക്കൻ പ്രസിഡന്റ്. വെനസ്വേലയിൽ ഭരണമാറ്റത്തിന് കളമൊരുക്കിയ ഡൊണാൾഡ് ട്രംപ്. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ അധികാരത്തിൽ നിന്നും പുറത്താക്കും. രാജ്യത്ത് അധികാരശൂന്യത നികത്താനും സ്ഥിരത കൊണ്ടുവരാനും ട്രംപ് വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കും. കോൺഗ്രസ് MP ശശി തരൂരിനെ RSS നേതാവ് VD സവർക്കറുടെ പേരിലുള്ള പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തു. അവാർഡ് സ്വീകരിക്കില്ല എന്ന് ശശി തരൂർ. അവാർഡിനെ ചൊല്ലി കോൺഗ്രസിനുള്ളിൽ കടുത്ത എതിർപ്പ്. സവർക്കറുടെ പേരിലുള്ള ഒരു അവാർഡും ഒരു കോൺഗ്രസുകാരനും വാങ്ങാൻ പാടില്ല എന്ന് K മുരളീധരൻ. ഇന്ത്യക്ക് മേൽ അമേരിക്ക പിഴച്ചുങ്കം ഏർപ്പെടുത്തിയതിന് പിന്നിൽ റഷ്യൻ എണ്ണ കാരണമായിരുന്നില്ല എന്ന് റിസർവ് ബാങ്ക് മുൻ ഗവർണർ. ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം വെടിനിർത്തലിനെ കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് നടത്തിയ പരാമർശങ്ങളും ഇന്ത്യ അത് കൈകാര്യം ചെയ്ത രീതിയുമാണ് പിഴച്ചുങ്കം ചുമത്താൻ കാരണമെന്ന് രഘുറാം രാജൻ. ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ 500 കോടി രൂപയ്ക്ക് മറിച്ചുവിറ്റെന്ന രമേശ് ചെന്നിത്തലയുടെ ആരോപണം കേസ് അന്വേഷണത്തെ പുതിയ തലത്തിലേക്ക് എത്തിക്കുന്നു. പ്രത്യേക അന്വേഷണ സംഘം രമേശ് ചെന്നിത്തലയുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തിയില്ല. മൊഴിയെടുപ്പ് മാറ്റിവെച്ചത് ഉദ്യോഗസ്ഥരുടെ അസൗകര്യത്തെ തുടർന്ന് എന്ന് വിശദീകരണം. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.